ഓക്കെ ഗൈസ്, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സമയം ഓൾമോസ്റ്റ് 10 മണി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽസ് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ തന്നെയാണ്. ലോവസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഹവർലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിലിൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് ആയിട്ട് നോക്കുന്നത് ഈ ഒരു ഏരിയയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 1 മന്തോളായി ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക നമുക്ക് 50,000 ഒരു സൈക്കോളജി ലെവലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ഇപ്പോൾ വാങ്ങിക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. നമ്മളൊരു അഗ്രസീവായിട്ടൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കുറച്ചൊരു വോളറ്റൈൽ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുക്കുന്നില്ല. എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓർഡർ ബുക്ക് കാണാൻ പറ്റും. ഒക്കെ 0 ആണ്, ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലെവലാണ് 49,600 എന്നുള്ള ഈ ഒരു റേഞ്ച്. ഓക്കെ, പിന്നെ നമ്മൾ സ്മോളർ ടൈം ഫ്രെയിമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെ നമുക്കൊരു ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൺസൾട്ടേഷൻ പോയിന്റ് ഈ ഒരു റേഞ്ച് ഇത്രയും ലെവൽസാണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കട്ടെ. ഈ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും നല്ല സെല്ലിംഗ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ക്യാച്ച് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മോർണിംഗ് സെഷനിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രീമിയത്തിലൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഒരു റേഞ്ചിലൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കട്ടെ. അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. ഔട്ട് സൈഡിലേക്ക് എന്തായാലും എൻട്രി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. കാരണം താഴത്ത് ഇവിടെ നല്ലൊരു റേഞ്ച് കിടക്കുന്നുണ്ട്. 50,000 എന്നുള്ളൊരു റേഞ്ച് ഇവിടെ ഉണ്ട്. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ 23,500 എന്നുള്ളൊരു റേഞ്ച് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ എങ്ങനെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും ട്രേഡ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റേഞ്ചിൽ കുറച്ച് സെല്ലേഴ്സ് ആക്റ്റീവ് ആയ ഏരിയയാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്ത് കണ്ടപ്പോൾ നമ്മളൊരു കോൾ സൈഡൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇനി വീക്കിലി എക്സ്പയറി കിട്ടില്ല. അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ടൊക്കെ കുറച്ച് ഹൈ ആണ്. ഓക്കെ, ഇത് മന്ത്ലി എക്സ്പയറിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമുക്ക് ട്രേഡ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ മേ ബി നമ്മളിനി നിഫ്റ്റിയിലേക്ക് ചെറിയൊരു ചേഞ്ച് നടന്നേക്കാം. ഓക്കെ, അല്ലാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് എൻട്രി നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2,000 അബോവ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ വരുന്നത് കണ്ടപ്പോൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു സെയിം ഏരിയയിൽ ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. എഗൈൻ ഇവിടെ തട്ടിയിട്ട് മാർക്കറ്റിൽ ഫുൾ ബാക്ക് എടുത്തപ്പോൾ നമ്മൾ ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കാം. ചെറിയ ടാർഗറ്റാണ്. ഈ ഒരു റേഞ്ചിനാണ് നമ്മൾ ടാർഗറ്റ് ആക്കുന്നത്. 50,600 എന്നുള്ള ഈ ഒരു റേഞ്ച്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ എൻട്രി നമുക്ക് ആ ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് എടുത്തത്. പക്ഷേ നമുക്ക് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് എടുത്തിട്ട് ഫുൾ ബാക്ക് എടുക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ എസ് എൽ ഹിറ്റ് ആയത്. നേരത്തെ പോയ ഈ ഒരു റേഞ്ച് വരെ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, 50,500 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അഗൈൻ സെല്ലേഴ്സ് പുഷ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ 2 തവണ നമ്മൾ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്ന ഒരു എസ് എൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. ഇനി എത്ര നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കാണിച്ചു തന്നാലും നമ്മൾ ഇന്ന് വേറെ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, കാരണം നമ്മൾ നോർമലി എടുക്കുന്ന ലോസ് ആയിട്ടുണ്ട്. 5,000 to 6,000 ആ റേഞ്ചിലാണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്യാറ്. ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ വേറെ എൻട്രീസ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ നോർമൽ എടുക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ നമ്മൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാണ്. കഴിഞ്ഞ 3 ദിവസം നമ്മൾ പ്രോഫിറ്റിലായിരുന്നു. അപ്പം നമുക്ക് എസ് എൽ വന്നിട്ടുണ്ട്. നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എസ് എൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഓവർ ട്രേഡ് ചെയ്തിട്ട് എസ് എൽ വലുതാക്കുന്നില്ല. ഇനി മേ ബി ഓപ്പർച്യൂണിറ്റി വന്നേക്കാം, പക്ഷേ നമ്മളത് ബോധേഡ് ആവുന്നില്ല. പ്രോഫിറ്റ് ഓർ ലോസ് ഇത് പാർട്ട് ഓഫ് ഗെയിമാണ്. നമുക്ക് നമ്മുടെ പോക്കറ്റ് സൈസിലുള്ള പ്രോഫിറ്റും ലോസും വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യം കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. നമ്മൾ ലോസ് കറക്റ്റ് സമയത്ത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ എത്രത്തോളം നമ്മളെ ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു കണ്ടപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ എസ് എൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ നമ്മളത് തിരിച്ച് കയറും എന്നുള്ള ഹോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 820 ഈ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ നോക്കി നിങ്ങൾ 150 പോയിൻറ്റ്സോളം ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 1-2 വലിയ ലോസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ വലിയ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ലോസുകൾ എപ്പോഴും ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ നമ്മളവിടെ ഹോപ്പ് വെച്ചിട്ട് നിൽക്കരുത്. അത് വന്നോളും തിരിച്ച് കയറിക്കോളും എന്ന് വെച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എസ് എൽ ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ ആയിക്കൊണ്ടേ ഇരിക്കും. മേ ബി ചില സമയത്ത് റിക്കവറായി പ്രോഫിറ്റിലേക്ക് ടേൺ ചെയ്തേക്കാം, പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആർക്കും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരിക്കലും ഹോപ്പ് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സൽ വന്നേക്കാം എന്ന് കരുതി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല, ഇത്ര വലിയ ലോസുകൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ദിവസം നമ്മൾ വേറെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ലോസ് അത് കവറായിട്ടുണ്ടോ നോക്കുക. കവറായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ദിവസം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാതിരിക്കുക. ഓവർ ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വലിയ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു റിവെഞ്ച് ആ ഒരു ലെവലിലേക്ക് നമ്മളെ മൈൻഡ് എത്തും. അപ്പോൾ നമ്മൾ എന്തായാലും എഗെയിൻ ഓവർ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് പോവുക. ഇനി അതല്ല നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യുക. നമ്മളെ ബ്രോക്കേഴ്സ് കിൽ സ്വിച്ച് എന്നുള്ളൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, കിൽ സ്വിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബ്രോക്കർ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുന്നതിന് ബ്രോക്കർ നൽകുന്ന ഒരു അഡീഷണൽ ഫീച്ചറാണത്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എൻട്രീസ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കർ സൈഡിൽ നിന്ന് പ്രൊസീഡ് ആവില്ല. ഓക്കെ, അപ്പോൾ അത് മിക്ക ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ദെന്നിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ദെന്നിലൊക്കെ അതുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ തന്നെ റീഡേഴ്സ് കൺട്രോളിലുണ്ട് കിൽ സ്വിച്ച്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഓപ്ഷനാണത്. ഓക്കെ, കിൽ സ്വിച്ച് ഫോർ ഓവർ ട്രേഡിങ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അന്നത്തെ ദിവസം എൻട്രീസ് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ഓവർ ട്രേഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കിൽ സ്വിച്ച് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണ്, നമ്മൾ സൈക്കോളജി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ ഇപ്പോൾ നമ്മൾ എസ് എൽ ഹിറ്റ് ആയാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറുന്നതിൻ്റെ പകരം നമ്മൾ ചാർട്ടിൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കൊണ്ടേക്കാം. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആവും. ട്രേഡ് എടുക്കാതെ നിന്നാൽ മതിയല്ലോ. നമുക്ക് ചാർട്ട് എന്തായാലും റീഡ് ചെയ്യുക, അതെന്തായാലും നല്ലതാണ്. നമ്മൾ മാർക്കറ്റ് ഹവർ കഴിഞ്ഞതിന് ശേഷം ചാർട്ട് നോക്കുന്നതും ലൈവ് മാർക്കറ്റിൽ നോക്കുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ തന്നെ നമ്മൾ നോക്കുക, നമ്മളെ സ്ട്രാറ്റജി ഒക്കെ വർക്ക് ആവുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഫാൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മളൊരു എസ് എൽ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എസ് എൽ നമുക്ക് വരുമായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗൈൻ വീഡിയോ ഓണാക്കിയത്. എന്തായാലും നമുക്ക് വേറൊരു സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.